അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളാണ് നോക്കുന്നത്. ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് സാമ്പാറും ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയറും അതേപോലെ തന്നെ പച്ചരിയും വെച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ. ചെറുപയർ ഒരു കപ്പും ഒരു പച്ചരി ഒരു അരക്കപ്പും കൂടിയിട്ട് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതേനി കേട്ടോ. കേക്ക് വൃത്തിയാക്കിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനി. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പച്ചമുളക് ഇഞ്ചി ഇത്രയും കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതാണ് ഇതിൻ്റെ കൂട്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പും ഇടണം. ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല, അരച്ചിട്ട് പിന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനിതൊന്ന് മിക്സാക്കി റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. ഞാൻ ഒന്ന് കുറച്ച് ഇഡ്ഡലിക്കും വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇവിടെ അജുക്കുട്ടന് ഇഡ്ഡലി ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതിലൊരു തട്ട് മാത്രം ഇഡ്ഡലി ഉണ്ടാക്കും. ബാക്കിയുള്ളതൊക്കെ ദോശയാക്കിയിട്ട് ഉണ്ടാക്കുക. എനിക്ക് ഈ ചെറുപയറായാലും മറ്റേതായാലും ഇഡ്ഡലിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ഇഷ്ടം ദോശനോടാണ് കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് ആ പേപ്പർ പോലെ വരുന്ന ദോശയല്ലേ, അതാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. ഞാൻ കുറച്ച് ഇഡ്ഡലി ഈ ഒരു തട്ടിൽ മാത്രം ഇഡ്ഡലി മാവ് ഒഴിച്ചുകൊണ്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ദോശ ബാറ്റർക്ക് ഇപ്പോൾ ഒരു ഇളം പച്ച കളറൊക്കെയാണ് ഉള്ളത്. പക്ഷെ നല്ല പച്ച കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചീര അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് പച്ചിലകളൊക്കെ അരച്ചുകൊണ്ട് ചേർക്കാം. അപ്പം ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും സ്വിച്ച് ഒക്കെ ഓണാക്കിയിട്ടിരിക്കണേ. ഇനി തൊട്ടലി അവിടെ കടന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് ബാക്കിയുള്ള സാമ്പാറിനുള്ള പരിപാടികൾ നോക്കാം. സാമ്പാർ അങ്ങനെ കാര്യമായിട്ടൊരു കഷ്ണങ്ങളൊന്നുമുള്ള സാമ്പാറല്ല കേട്ടോ. പച്ചക്കറികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സവോളയും തക്കാളിയും മാത്രമുണ്ട്. അപ്പോൾ അത് മാത്രം ഇട്ടിട്ട് പരിപ്പ് ഇട്ടിട്ടുള്ള ഒരു സാമ്പാറുണ്ടോ, ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. അല്ലെങ്കിൽ തട്ടിക്കൂട്ടുന്ന കാര്യത്തിൽ ഞാൻ കുട്ടപ്പത്തിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പോൾ പരിപ്പ് വെന്ത് നിൽക്കണേ. അപ്പം ഇനി ഇതൊന്ന് മാറ്റിയിട്ട് ഇത് തന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ആ സവോളയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. ഞാൻ പാത്രം കഴുകിയിട്ടും ഒന്നുമില്ല. ഒരു പച്ചമുളകും കൂടി ചേർത്തിക്കണം കേട്ടോ. ഇതെല്ലാം പാടൊന്ന് മിക്സ് ആക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ സാമ്പാർക്കൊക്കെ കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ പുളിവെള്ളം. ഞാൻ എപ്പോഴും വാങ്ങാൻ മറക്കണ ഒരു കാര്യമാണ് കായം. വാങ്ങിയാലോ ഇടാനും മറക്കും. സാമ്പാർ മിക്കവാറും കായല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കുക. എനിക്കറിയൂല, എനിക്ക് അങ്ങനെ അങ്ങോട്ട് ശീലമായി. ഇപ്പൊ ഞാൻ കായ ഉണ്ടെങ്കിലും മറക്കും, ഇടൂല. അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. അപ്പോൾ തന്നെ നമ്മളെ ഇഡ്ഡലി വന്ന് നിൽക്കണേ കേട്ടോ. ഇത് പാത്രത്തേക്ക് ഒരൊറ്റ തട്ടിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ദിവസം പിൻട്രസ്റ്റിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് കുതിർന്നപ്പോൾ എനിക്ക് വന്നൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ ആ സ്റ്റീം ചെയ്യാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം കഴിഞ്ഞപ്പോൾ തന്നെ കെറ്റിൽ ഓഫായി. അപ്പൊ തന്നെ വെന്തിട്ടുണ്ടായിനി കേട്ടോ. ഞാനപ്പോൾ അതൊന്ന് ചൂടോടക്കിനടുത്ത് പൊളിച്ചു നോക്കുകയാണ്. അതാണ് അങ്ങനെ കൈ പിടിച്ചിരുന്നതും ഇടുന്നതും ഒക്കെ കേട്ടോ. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഇഡ്ലിന്റെ ആള് അജിക്കുട്ടനാണ്. ബാക്കിയുള്ളവരൊക്കെ ദോശന്റെ ആൾക്കാരാണ് കേട്ടോ. സെനിക്കുട്ടനും ചിലപ്പോ ഇഡ്ലി ഒന്നും ഓനക്ക് ഓരോരോ തോന്നലാ. ഞാൻ എന്താ തിന്നണ കാണണേ, അപ്പൊ ഓന് അത് മതിയാവും കേട്ടോ. അതങ്ങനെയാണ്. ഇത് ദോശ ഉണ്ടാക്കാൻ അടിപൊളിയാണേ. അതിക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ, പിന്നെ ഇത് ചൂടോടുക്കിനെ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചൂടാറിയ പിന്നെ അത് നമ്മൾ സാധാ ദോശ എങ്ങനെയാണല്ലോ, ആ ചൂടോടുക്കിനെ കഴിക്കുമ്പോൾ അതിനൊരു വേറൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അതേക്കെ പോലെ തന്നെ ഹെൽത്ത് വൈസ് അടിപൊളി ദോശയാണ് കേട്ടോ. ദോശ ഉണ്ടാക്കിയാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല രസമാണ്. നിയമൊക്കെ ഒഴികെ കേട്ടോ. നിയമക്ക് വലിയ ഈ ഒരു ദോശനോട് വലിയ കാര്യമില്ല. ഓൾക്കത് ദോശ എന്നല്ല, ചില സമയത്ത് ചില സാധനങ്ങളോട് ഇനിയിപ്പോ കഴിക്കുന്ന സാധനങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ ഇഷ്ടപ്പെടൂല. അപ്പൊ ആ ഒരു രീതിയിലാണ്. ചിലപ്പോ കാണാം ഇത് നല്ല ഇഷ്ടത്തോടെ 2-3 കഴിക്കും ചെയ്യും. ചിലപ്പോ തീരെ തൊട്ട് നോക്കൂല. അപ്പൊ പിന്നെ ഓളെ കാര്യത്തിൽ വലിയ വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെ ദോശ ഞാൻ ഓരോന്നായിട്ട് കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മളെ സാമ്പാറിനുള്ള സാധനങ്ങൾ ഞാൻ വഴറ്റിയിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പരിപ്പൊക്കെ ചേർത്തിട്ട് ഞാൻ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിക്കണം കേട്ടോ. സാമ്പാർ പൊടി പിന്നെ ഞാനൊന്ന് വറവിട്ട് എടുക്കുകയാണ് ചെയ്യുക. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നീയക്കുട്ടിക്ക് ഇന്ന് അത് വേണ്ട, എനിക്ക് നഴ്സറി പൊടി കുറുക്കാക്കി തന്നാൽ മതി എന്നാ പറഞ്ഞിട്ടുണ്ട്. ഈ നഴ്സറി പൊടി എന്ന് പറയുന്നത് അമൃതം പൊടിയാണ് കേട്ടോ. അത് അംഗൻവാടിയിൽ നിന്ന് കിട്ടണോണ്ട് ഞാനങ്ങനെ നഴ്സറി പൊടി അമൃതം പൊടി പല രീതിയിലും പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ടേനി. വറവിടുന്ന കൂട്ടത്തിൽ ഞാൻ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് വറവിട്ടെടുത്തിട്ടുണ്ടേനി കേട്ടോ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടേനി. അപ്പം ഈ എഗ് ബോയിലറിൻ്റെ ഈ സാധനങ്ങൾ ഒക്കെ ഒന്ന് കഴുകി ഉണക്കാൻ വെക്കാറിയുമ്പോൾ അങ്ങനെ എന്താണ് വെയിലത്തൊന്നും കൊണ്ടേ വെക്കല്ല കേട്ടോ. ജസ്റ്റ് ഞാനത് ഇങ്ങനെ വെക്കും. എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന്
വെയിലല്ല, ഒന്ന് ഉണങ്ങി വരുമ്പോൾ പിന്നെ ഞാനത് എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മറ്റേ സാധനം കഴുകാൻ പറ്റൂല, അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തോത്തി തുടച്ച് ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിടക്കലാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ തേച്ച് കുറച്ച് കഴുകുകയൊക്കെ ചെയ്യാം. കാര്യമായിട്ട് അയക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ ഡെയിലി അങ്ങനെ ഉപയോഗിക്കുന്ന സാധനമൊന്നുമല്ല കേട്ടോ. ഫുള്ളായിട്ട് ഈ ഒരു ഇലക്ട്രിക്കിൻ്റെ സംഗതിമ്മ കുക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷേ അതിമേലും ചെയ്യും, ഗ്യാസുമേലും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ കറണ്ട് ബില്ല് അധികമാകുമോ അധികമാകുമോ എന്ന് ചോദിക്കും ഈ അഗാരോൻ്റെ ഏത് പ്രൊഡക്റ്റ് കാണിച്ചാലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഫുള്ളായിട്ട് ടൈം കുക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കറണ്ട് ബില്ല് ഉണ്ടാവും, എനിക്കറിയൂല. പക്ഷെ ഞാൻ എപ്പോഴൊന്നും ചെയ്യലില്ല. ഒരു ദിവസം എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അത് ഡെയിലി ഒന്നും ഞാൻ ആ ഇലക്ട്രിക്കിന്റെ സംഗതികൾ എടുക്കൂല. എനിക്ക് ഓരോരോ തോന്നലാണ് കേട്ടോ, തോന്നുമ്പോ അങ്ങനെ ഞാൻ പച്ച പൂവിലെ പാത്രത്തിൽ പച്ച ദോശയും പച്ച ഇഡ്ഡലിയും ചുമന്ന കറിയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തട്ടി കൂട്ടിയിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഇതാണ് രാവിലത്തെ എൻ്റെ യുദ്ധം കഴിഞ്ഞല്ലേ എൻ്റെ അടുക്കളേണ്ട അവസ്ഥ കേട്ടോ. കുക്കിംഗ് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ ക്ലീനിങ് സംഗതി എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. പിന്നെ രാവിലെ അതിനൊന്നുമായിട്ട് സമയം കിട്ടൂല. കാരണം ഞാൻ ഒരു 6 മണിക്ക് കിച്ചണിൽ കയറുള്ളൂ. 7 മണിൻ്റെ ഉള്ളിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആവണം. അപ്പോൾ ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഈ തട്ടിക്കൂട്ടുന്ന പരിപാടികളൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ടിങ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ക്ലീനിങ് കൂടി നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും പറ്റുന്ന പരിപാടിയല്ല. എങ്ങനെയുണ്ട് എൻ്റെ അടുക്കള കാണാൻ? അമേസിങ്, റിയലി അമേസിങ്, പറയാൻ വാക്കുകളില്ല അല്ലേ. ഇനിയൊരു തലക്കന്ന് കിട്ടി തുടങ്ങണം. അതിന് മുന്നേ ആദ്യം ഒന്ന് കുറച്ച് അരി കഴുകി അടുപ്പത്തിട്ട് കേട്ടോ. സാമ്പാർ ഞാൻ ഉച്ചക്കും കൂടി കണ്ടിട്ടുണ്ടാക്കിയതുകൊണ്ട് ഉച്ചക്കൊക്കെ കറിൻ്റെ കാര്യത്തിൽ കഴിച്ചിലേക്കണേ. എന്തെങ്കിലുമൊക്കെ ഒരു സംഗതികളൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിയാൽ മതി. ഇന്നൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പം അതിന് മുന്നേ അത്യാവശ്യം പണികളൊക്കെ ഒന്ന് തീർക്കണം. അപ്പം ആദ്യം ഞാൻ എൻ്റെ ഉടയാടൊക്കെ ഒന്ന് എടുക്കാം. അല്ല, നിങ്ങൾ അടിച്ചണം ഇങ്ങനെയൊക്കെ ആയാലുണ്ടോ? അപ്പം നിങ്ങൾ ആദ്യം എന്തേ കാര്യം ചെയ്യുക. ചിലർ ആദ്യം ഒരു പാട്ടിട്ടിട്ട് എന്നിട്ടൊരു തുടങ്ങും. ചിലരല്ലെങ്കിൽ കുറച്ചു നേരം കൂടി കഴിയട്ടെ ഒക്കെ പാടും കാണുമ്പോൾ തലപ്പിരാൻ തടിച്ചു. ചിലരാണെങ്കിൽ അത് കഴിഞ്ഞ് കിട്ടിയിട്ടേ സമാധാനം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ചില സമയത്ത് ആരെങ്കിലും ഈ നേരത്ത് വന്നാൽ ആകെ മരം കിടുന്നുള്ള ആ ഒരു വേച്ചാറിയിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്യല്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്നൊരു രീതിയൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ വിചാരിച്ചും കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് മോറാം, സ്ക്രീനോടെ പരത്തി കിടത്തി അങ്ങനെ ചെയ്യും ചില സമയത്ത്. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം പരിപാടി തീർക്കും. ചിലപ്പോൾ ഒരു ടൈമറൊക്കെ വെച്ചിട്ട് ഷടപടയെന്ന് പണികൾ തീർക്കും. ചിലപ്പോൾ അതേമാതിരി പാട്ടിട്ടിട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ അതിൻ്റെ ഒപ്പം പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ ചെയ്യും. പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരാളെ കമൻറ്റ് ഇട്ടീനി, ഇപ്പോൾ കുറേ ദിവസമായിട്ട് പാട്ട് പാടലില്ല, അതുകൊണ്ട് ഞാൻ തെറ്റിക്കണമെന്നുള്ളത്. എന്തോ ഓരോരോ സമയത്ത് ഓരോരോ തോന്നലാണ് കേട്ടോ. ആ പാട്ട് പാടാനൊരു മൂഡ് ഇങ്ങോട്ട് വരണം. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടുന്നതാണ് കേട്ടോ. ഇന്നെന്തായാലും പാട്ട് പാടാനുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ പാത്രം കേക്കിൽ കൊട്ടിക്കലാശായി. പിന്നെ ഞാൻ ഇതിക്ക് കുറച്ച് സെബീനപ്പൊടിയും പിന്നെ നമ്മളെ ലിക്വിഡ് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. എൻ്റെ വേസ്റ്റ് അടിയുന്നത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു കൊട്ട പോലത്തെ ഒരു സാധനമാണ്. അതാകുമ്പോൾ നമുക്ക് എടുത്ത് കളയാനൊക്കെ ഉഷാറാണ്. ബ്ലോക്ക് ആവുന്ന പ്രശ്നം അധികം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇടയ്ക്ക് ഇങ്ങനെ സ്മെല്ല് വരും. അപ്പം ഞാൻ ഇടയ്ക്ക് ഒരാഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ എങ്ങനെ ചെയ്താൽ മതി. ഞാൻ ബ്രഷ് ആദ്യം ഞാനൊരു ചെറിയ ബ്രഷ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ആ ബ്രഷ് പോയി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. പിന്നെ കുഞ്ഞുട്ടി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എടുക്കുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഞാനിങ്ങനെ ഒരു കോലിൻ്റെ തുമ്പത്ത് തുണി ചീറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിഞ്ഞു നിൽക്കുന്ന കൊഴുപ്പും അഴുക്കൊക്കെ ഇങ്ങനെ കളയും. ഇനി എപ്പോഴെങ്കിലും ഒരു വലിയ ബ്രഷ് ഇതിൻ്റെ ഉള്ളിൽ പാകം അങ്ങനെ നീളത്തിലുള്ള ബ്രഷ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ അത് വാങ്ങി വെക്കണം. അതുവരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എപ്പോഴൊന്നുമില്ല കേട്ടോ, ഇതൊന്നും എപ്പോഴും ചെയ്യൂല. ആഴ്ചയിലോ കൂടുമ്പോഴൊക്കെ ഇങ്ങനത്തെ പരിപാടി ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അപ്പ സോഡയും പിന്നെ കുറച്ച് വിനാഗിരിയും അതിനുള്ളിൽ ഒഴിച്ച് ഞാനൊരു 10-15 മിനിറ്റൊക്കെ ഇങ്ങനെ കൊടുക്കും. ഇപ്പം ഇനിയിപ്പോൾ അധികം ഈ സിങ്ക് തുറക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ രാത്രിക്കൊക്കെയാണ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരിളം ചൂടുവെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ദുർഗന്ധം വരൽ കുറയും. ആമസോണിൽ എന്തോ സാധനം വാങ്ങാൻ കിട്ടും തോന്നുന്നുണ്ട്, ഇതെന്തോ ക്ലീൻ ചെയ്യുന്ന സാധനം. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് സജസ്റ്റ് ചെയ്ത് തരുമോ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോകാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പുറത്ത് പോകാനുള്ള കാരണം നമ്മൾ ഗിവ് അവേൻ്റെ വിന്നറെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ അഡ്രസ്സൊക്കെ അയച്ചു തന്നിക്കണേ. അപ്പം ഞാൻ ആളോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞുട്ടിക്ക് ലീവുള്ള ദിവസമേ ഇത് പോയിട്ട് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഗിവ് അവേൻ്റെ വിന്നർ സെലക്ട് ചെയ്തതിൽ ഒരാൾ മാത്രം ഒരു അതൃപ്തി രീതിയിൽ കമൻറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ആള് പറഞ്ഞത് ഫസ്റ്റ് കണ്ട ആളെ തിരഞ്ഞെടുത്തു, പിന്നെ
കൂടുതൽ കമന്റ് ഇതുപോലെ ആയിരുന്നു തിരഞ്ഞെടുക്കേണ്ടത്, ടോപ്പ് കമന്ററെ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു 5 വീഡിയോന്റെ റൂള് പറയാൻ പറ്റൂല, കാരണം മുന്നകൂട്ടി കമന്റ് എഴുതാത്തോലും ഉണ്ടാവും തീരെ. പിന്നെ അതിന്റെ ഇടയിൽ എനിക്കൊരു പറയാനുള്ള ഒരു സന്തോഷം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഗിവ് അവേന്റെ വിന്നറായി തെരഞ്ഞെടുത്തില്ലേ, അപ്പൊ ആളെന്നെയാണ് കേട്ടോ നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. 900 സംതിങ് കമന്റ് ആള് കിട്ടുകയാണ് കേട്ടോ. എന്ന് വിചാരിച്ച ആ ഒരു രീതിയിൽ ഞാൻ ആളെ തിരഞ്ഞെടുത്തതല്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാലോ, കമന്റ് പിക്കറിൽ ഞാൻ കാണിച്ചു തന്നിട്ടാണ് ആള് ആള് സെലക്ട് ആയത് കേട്ടോ. കമന്റ് പിക്കറിന് അറിയില്ല ഇന്ന ആളാണ് ടോപ്പ് കമന്റർ എന്നൊന്നും. കാരണം ഒരു വീഡിയോയിൽ നിന്നൊരാളെ ആ ഒരു വീഡിയോന്റെ ലിങ്ക് കൊടുത്തു, ആ വീഡിയോയിൽ നിന്നൊരാളെ മാത്രമാണ് കമന്റ് പിക്കർ തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആളടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു റൂള് നമുക്ക് വെക്കാൻ പറ്റൂല. കാരണം ഞാൻ പറഞ്ഞ റൂൾ എന്താ, 5 വീഡിയോയിൽ 3 കമന്റ് വീതം എഴുതുന്ന ഒരാളിൽ നിന്ന് എന്നാണ് പറഞ്ഞത്. ആള് പിന്നെ പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് ആള് ഫുള്ള് കമന്റ് ഇട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അയാളെ സെലക്ട് ചെയ്തത്, നമ്മൾ ഫസ്റ്റ് കണ്ട ആളല്ലല്ലോ തെരഞ്ഞെടുത്ത്, ഫസ്റ്റ് രണ്ടാമത് പിന്നെ മൂന്നാമത് കണ്ട ആളല്ലേ നമ്മൾ ഫിക്സ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആള് വേണമെങ്കിൽ മുഴുവനായിട്ട് വീഡിയോ കാണാഞ്ഞിട്ടാവും. കാരണം ഫസ്റ്റ് എനിക്കല്ല എന്ന് കണ്ടപ്പോൾ വേഗം ബാക്കടിച്ച് വീഡിയോ ബാക്കടിച്ച് അങ്ങനെ പോയതായി കാരം, എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ ആളങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടേനു. അപ്പൊ ഞാൻ ഈ ഒരു 5 വീഡിയോയിൽ ടോപ്പ് ആയിട്ട് കമന്റ് ചെയ്യുന്ന ഒരാളെ എന്നല്ല ഞാൻ റൂൾ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ ഞാനൊരു ടോപ്പായി ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അപ്പൊ പിന്നെ ഈ കമന്റ് ഇട്ടോലും എല്ലാവരും പറയും, നിങ്ങൾ അങ്ങനെ റൂൾ അല്ലല്ലോ പറഞ്ഞത്, 3 കമന്റ് വീതം എഴുതാനല്ലേ പറഞ്ഞത് എന്ന് പറയും. എന്റെ ഭാഗത്ത് നിന്നൊരു നെഗറ്റീവ് ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊരു സ്ക്രീൻ റെക്കോർഡ് അടക്കെടുത്ത് നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ. എനിക്കപ്പോൾ തന്നെ ഉറപ്പാണ്, ആരെങ്കിലും 1-2 ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല തിരഞ്ഞെടുത്തതല്ലേ, ആ ഒരു രീതിയിലൊക്കെ വരും. അതൊക്കെ എനിക്ക് ഉറപ്പായിട്ടും അറിയാം. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരിക്കണേ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ റൂള് വെക്കൂല എന്നുള്ളത്, ഞാൻ ഈ ഒരു രീതിയിൽ എനിക്ക് വരും എന്നുള്ള ചെറിയൊരു ഡൗട്ട് കൊണ്ട് തന്നെയാണ്. ആ കമന്റ് ഇട്ട ആള് ഗിവ് അവേന്റെ ഈ 5 വീഡിയോയിലും ആണ് ഞാൻ ആളെ കമന്റ് കണ്ടിട്ടോ. അതിന് മുന്നേ എനിക്ക് കമന്റ് ഇട്ടിക്കണോന്ന് എനിക്ക് അത്ര അറിയില്ല. ആ ഒരു 5 വീഡിയോയിൽ ആള് എന്നെ ഗേറ്റ് നല്ല രീതിക്ക് കമന്റ് ചെയ്തിരുന്നു, മുത്തുവച്ചിന്റെ വീഡിയോസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കിട്ട ആള്. ആ ഒരു വിന്നറെ സെലക്ട് ചെയ്തപ്പോൾ പിന്നെ ആള് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഞാൻ സന്തോഷത്തോടെ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയതായല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെതാണ് കേട്ടോ. കാരണം നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എൻ്റെ ഓരോ വീഡിയോസും കാണുന്നതുകൊണ്ടാണ് എനിക്ക് ഇതിൽ ഒരു ചെറിയൊരു പേയ്മെന്റ് ആയിട്ടും അതേപോലെ തന്നെ ഇതുപോലെ പാത്രങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ ആ ഒരു കിട്ടുന്നതിൽ നിന്ന് സന്തോഷം എന്നുള്ള രീതിയിലാണ് ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ഗിവ് അവേ ചെയ്യാനുള്ള മൂടേ പോയി ആളങ്ങനെയൊക്കെ കമന്റ് എഴുതിയപ്പോൾ കേട്ടോ. പക്ഷെ സാരമില്ല, നമ്മളതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് എല്ലാവരും പോസിറ്റീവായിട്ട് എടുത്തോളണമെന്നില്ല, നെഗറ്റീവായ രീതിയിലും ഒക്കെ വരും. എന്തായാലും കമന്റ് പിക്കർ തിരഞ്ഞെടുത്ത ആൾ തന്നെയായിരുന്നു നമ്മളെ ചാനലിൽ ടോപ്പ് കമന്റർ ആയിട്ടുള്ള ആൾ കേട്ടോ. ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിൽ കൊടുക്കാട്ടോ. അപ്പൊ എന്തായാലും എങ്ങനെ കൊറിയർ അയക്കും എന്നൊക്കെ ഉള്ളത് ഒരു ആശങ്ക എനിക്ക് ഉണ്ടായിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യണത് കൊണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ പോയിട്ട് അയച്ചു കൊടുത്തിക്കണം കേട്ടോ. നാളെയായിട്ട് എത്തും എന്നാണ് പറഞ്ഞത്, കാരണം ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ ആയതുകൊണ്ട്. അതിലുപരി എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഗിവ് അവേ ഒന്നും ഞാൻ വെക്കണതിന് മുന്നേയും നമ്മളെ വീഡിയോ കണ്ട് കമന്റ് എഴുതണോല് ആ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും ഓൽക്ക് ആ ഒരു ഓൽക്ക് അതിൽ വിന്നറാവാൻ പറ്റിയില്ല എന്നറിഞ്ഞിട്ടും വീണ്ടും നമ്മളെ വീഡിയോ കാണണം കമന്റ് ചെയ്യണേ ഒരുപാട് ആൾക്കാര്. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷം കേട്ടോ എനിക്കത് കണ്ടപ്പോൾ. സത്യം പറഞ്ഞാല് ഭയങ്കര മനസ്സ് നിറഞ്ഞു പോയി. പിന്നെ ഒരാളങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇനി ഗിവ് അവേ വെക്കൂലെന്നൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഇനി എപ്പോൾ ചെയ്യും എന്ന് ഗിവ് അവേ വെക്കുന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ചെയ്യാം എന്നാ ഞാൻ പറഞ്ഞത്. എന്നതൊന്നും എനിക്ക് തന്നെ അറിയില്ല, കാരണം എന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ എടുത്ത് ഗിവ് അവേ ഒന്നും വെക്കാനുള്ള വകുപ്പില്ല. കാരണം ഞാൻ എന്റെ അവസ്ഥ ആകപ്പാടെ കുറെ കരക്ക് അടുപ്പണിയും പിന്നെ കുറെ ഉരുപ്പടി എന്നൊക്കെ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒന്നും എടുത്ത് തരാനില്ല. പക്ഷെ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ അവസരം ഒത്ത് വരികയാണെങ്കിൽ ഞാൻ തരാം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം എന്തായാലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പം അസ്സലാമു അലൈക്കും, ബൈ ബൈ.